അപ്പോൾ നമ്മുടെ VVS കട്ട്ലറീസിലെ പുതിയ സംരംഭം അടിമാലി അമ്പലപ്പടി SNDP ബിൽഡിംഗ് അമ്പലപ്പടിയിലാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വന്നിരിക്കുന്ന അടിമാലിയിൽ നമ്മുടെ VVS കട്ട്ലറീസ്, അതായത് നമ്മുടെ വിഷ്ണു മച്ചാൻ്റെ വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ കമ്പനിയിൽ വന്ന് മേടിക്കാൻ കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആ എല്ലാവരും ബുദ്ധിമുട്ടും കാര്യങ്ങളും പരിഹരിച്ചിട്ട് നമ്മുടെ അടിമാലി അമ്പലപ്പടിയുടെ അടുത്ത് നമ്മുടെ VVS കട്ട്ലറീസിൻ്റെ പുതിയ ഷോപ്പ് ഇന്ന് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനത്തിന് അനുബന്ധിച്ച് ഞാൻ വന്നേക്കാണ്. നമ്മുടെ NHൻ്റെ തൊട്ട് ചേർന്നാണ്. കാരണം മൂന്നാർ പോകുന്ന എല്ലാവർക്കും ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങൾക്ക് ഓർഡർ കൊടുത്ത് ഇവിടെ പോകണമെങ്കിൽ മേടിക്കാം. അത് നമ്മൾ പാഴ്സൽ അയച്ചു തരും. അപ്പോൾ നമുക്ക് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയിലേക്കും കുറച്ച് വിശേഷങ്ങളിലേക്കും പോകാം. ഓക്കെ, നമ്മുടെ VVS കട്ട്ലറീസ് അടിമാലി അമ്പലപ്പടിയുടെ അടുത്താണ്. ഈ മൂന്നാർ പോകുന്ന NH റോഡാട്ടോ. NH റോഡിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും മേടിക്കാം. കമ്പനി പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് മേടിക്കാം. ഇത് കാണുന്നതാണ് അവരുടെ പുതിയ ഷോപ്പ്. കണ്ടോ, ഇത് അടിമാലി അമ്പലപ്പടിയാണ്. അടിമാലി എത്തനയ്ക്ക് 1/2 കിലോമീറ്റർ മുമ്പുള്ള സ്ഥലമാണ്. കണ്ടോ, അടിക്കാനുള്ളല്ലോ. അപ്പോൾ നമ്മുടെ VVS കട്ട്ലറീസിലെ പുതിയ സംരംഭം അടിമാലി അമ്പലപ്പടി SNDP ബിൽഡിംഗ് അമ്പലപ്പടിയിലാണ്. യൂണിയൻ്റെ ബിൽഡിംഗാണ്. അപ്പോൾ അത് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. നമ്മൾ അടിമാലി മൂന്നാർ റോഡിലെ കോതമംഗലത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അടിമാലിയിലേക്ക് തുടങ്ങുന്ന ഭാഗത്തായിട്ടാണ് നമ്മുടെ പരാതി പറഞ്ഞു. നമ്മുടെ കമ്പനിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ പരാതി പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ മൂന്നാർ നിങ്ങൾ ടൂറ് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മേടിക്കാം. അതിൻ്റെ തൊട്ടടുത്താണ് NHൻ്റെ അല്ലേ? അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇതൊക്കെ അറിയാൻ വേണ്ടി. അല്ല, ഇത് എല്ലാം നമ്മൾ വില മുമ്പൊന്നും പറഞ്ഞതാണ്. എങ്കിലും പറയാം. ഇതിപ്പോൾ വാക്കത്തി പല ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഐറ്റംസ് ആയിട്ട്. അത് ഇതൊക്കെ സാധാരണ നല്ല തൂക്കം കൂടിയിട്ടുള്ള വലിയ വാക്കത്തിയാണ്. ഇതിന് 650 രൂപയാണ് വില. 650. അതിന് തൊട്ട് താഴെയുള്ള 550. ഇതിൻ്റെ താഴെയുള്ളത് അതാണ്ട് ഇത്. ഇതൊക്കെ നമ്മൾ എന്നാ ആവശ്യം? ഇതെല്ലാം നമ്മൾ ഇതൊക്കെ ഇതെന്ന് വെച്ചാൽ സാധാരണ പാലാവാക്കത്തി എന്ന് പറയും. പാലാവാക്കത്തി, അതായത് സാധാരണ വെട്ടാൻ, വിറക് വെട്ടാൻ അങ്ങനെയുള്ള ഉപയോഗത്തിനാണ്. അത് ഇതാണ് ടയറിന്റെ പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കട്ടി കൂടിയ മരങ്ങൾ വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 700 രൂപ വില വരും. 700 രൂപ. ഇവിടെ വളഞ്ഞിരിക്കുന്നത് ഇത്
ഇത് യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള മീൻ വെട്ടുന്ന കത്തിയാണ്. ഇത് നമ്മൾ വന്നപ്പോൾ ശ്രദ്ധിക്കണത് എന്നാ സംഭവം ഇത് വലിയ മീനുകളൊക്കെ വെട്ടുന്നത് അല്ല ഉണ്ടാക്കി പൊളഞ്ഞു പോയതല്ല. ഇത് ഈ രീതിയിൽ തന്നെ പണിതാണ്. കാരണം വലിയ മീനുകൾ വെട്ടാൻ പറ്റുന്ന മീൻകത്തിയാണിത്. വലിയ മീനുകളൊക്കെ ഇത് അധികം ആർക്കും പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇത് നമ്മുടെ വളഞ്ഞിരിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലത്തോട്ടത്തിലേക്ക് ആണ് ഇതിൻ്റെ ഉപയോഗം. കാരണം അത് ഏലം ഉപയോഗിക്കുന്നവർക്ക് അറിയാം, അതിങ്ങനെ കട്ട് ചെയ്യുക വെട്ടുക അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. അതാണ് ഇതിൻ്റെ വളവ്. ഓക്കെ, അങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. അതാണ് പിന്നെ ഉപയോഗമാണെങ്കിലും ഇത് മണ്ണിൽ ചേർക്കാനല്ല, വലിച്ചെടുക്കാനും പൊടി നല്ലതാണ്. പിന്നെ ഇതെല്ലാം കത്തികളാണ്. ഇത് പലതരത്തിലുള്ള കത്തികളുണ്ട്. മീൻ കത്തിയാണ്, ഇറച്ചി മീൻ അങ്ങനെയുള്ള ബീഫ് കട്ട് ചെയ്യാനുള്ള കത്തികളാണ്. അത് കുറച്ചുകൂടി കട്ടി കൂടിയത്, അതായത് എല്ല് വെട്ടാനുള്ള കത്തികളാണ്. അതിന്റെ തന്നെ 3 വിഭാഗം. ഏറ്റവും 1 കിലോ അത് 1 കിലോ തൂക്കമുള്ളതിന് 900 രൂപയാകും. അതെ, അതിന്റെ താഴെയുള്ളതാണ് തന്നെ 650 രൂപയാകും. അങ്ങനെ ഇത് അരിവാള് തന്നെ പലതരത്തിലുണ്ട്. ഇടുക്കി മോഡൽ അരിവാളെന്ന് പറയാൻ ഇതാണ്. അതാണ് സാധാരണ കൈക്ക് മുള്ളു പോലെയുള്ളത് വരാതെ നീളം കൂടിയ വെട്ടാനുള്ള അരിവാൾ. അതാണ് വെട്ടരിവാളെന്നാണ് നമ്മുടെ ഇടുക്കിയിൽ പറയുന്നത്. ഇല്ല, കോട്ടയം മോഡൽ ഇപ്പോഴത്തെ ഇരിപ്പില്ല, ഷോപ്പിൽ നിലവിൽ അവൈലബിൾ അല്ല. എങ്കിലും ഉടനെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു തരാം. ഇത് കൊയ്ത്തരിവാളെന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇത് ഏലം കവാത്ത്, വലിയ ഏലം കവാത്താണ്. തണ്ടൊക്കെ മുറിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കവാത്ത് ചെയ്യുന്ന വെട്ടുന്ന അതാണ് ഇത്. അതിൻ്റെ തന്നെ ചെറിയ ഐറ്റമാണ് ഇത്. അങ്ങനെ പിന്നെ ഇത് ചക്ക വെട്ടുന്ന ചക്കക്കത്തി. ഇതാണ് നല്ല കനമുണ്ട്. മാടിലെല്ലാം ചക്കക്കത്തിയാണ്. അതെ 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 അതെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇതും അധികം ആർക്കും പരിചയം ഉണ്ടാവുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തിന് ഒരു വലിയ പ്രമുഖനായിട്ടുള്ള യൂട്യൂബർ ചേച്ചിയുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരെ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ. പ്രമുഖ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ തന്നത് വെറുതെ കേട്ടോ. നമ്മൾ ചെറിയൊരു ചാനല് വിൻവിൻ ഐഡിയാസ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. വിൻവിൻ ഐഡിയാസ്. സംഗീത എന്നാണ് നമ്മുടെ ചാനലിൻ്റെ. എൻ്റെ പേര് സംഗീത എന്നാണ്. നമ്മൾ ഈ അടുത്തൊക്കെ തന്നെയാണ് കല്ലാറ് യൂന്നാറിന് അടിമാലിക്കും മൂന്നാറിനും ഇടയ്ക്കാണ് നമ്മുടെ വീട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും നമ്മുടെ ചുറ്റുവട്ടമുള്ള വിശേഷങ്ങളെല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അതിന് ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല, മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ കിട്ടുന്ന എല്ലാം ആക്രിയായിട്ട് ഒരു ആക്രി ചാനൽ എന്ന് പറയാം. അത് നമുക്ക് കിട്ടുന്നൊരു പിന്നെ പരമാവധി ഇങ്ങനെയുള്ള വനിതാ സംരംഭകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു. അതെ അതെ. താങ്ക് യു. ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടോ? കേട്ടോ, ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പാത്രമാണ്. അടിപൊളിയാണ്, സിമ്പിളാണ്, പിടിക്കാം. പിന്നെ താഴെ നോക്കി കേട്ടോ, ആണോ ഇത് വെറൈറ്റി ആയിട്ടുള്ള അപ്പച്ചട്ടി കണ്ടോ. ഇരുമ്പോട്ട സംഭവമൊക്കെ കണ്ടോ, അപ്പച്ചട്ടികളാണ്. ഇതൊക്കെ അപ്പച്ചട്ടികളാണ് കേട്ടോ. ഇതൊക്കെ വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. ഒരു സൈഡിൽ ഒരു കുഴയേ ഉള്ളൂ ഇതിനൊക്കെ. ഇതൊക്കെ ഉണ്ണിയപ്പച്ചട്ടികളാണ് കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളാണ് കണ്ടോ. ഇതിനകത്തൊക്കെ അപ്പം ചൂടോ നല്ല അടിപൊളി ഓംലെറ്റിൻ്റെ ഒക്കെ ചെയ്യാം കണ്ടോ. ഈ പാത്രമൊക്കെ കണ്ടോ, നല്ല അടിപൊളി സെറ്റപ്പിലേക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവത്തിന് കണ്ടോ. പിന്നെ ഈ മുകളിലിരിക്കണൊക്കെ കണ്ടോ, ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ വേണം ശരിക്കും പറഞ്ഞാൽ. കടുക് കളിക്കാൻ കറക്റ്റാണ്, ഗ്യാസിൻ്റെ മുകളിലൊക്കെ വെക്കാൻ മാത്രം കണ്ടോ. ഈ സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ ചട്ടികൾ, ചീഞ്ചട്ടികൾ, പല വലിപ്പത്തിലുള്ള ചീഞ്ചട്ടികളുണ്ട് കണ്ടോ ഇരിക്കുന്നത്. അതൊക്കെ കടുക് കളിക്കുന്ന സംഭവങ്ങളാട്ടോ എല്ലാം. അതെല്ലാം അങ്ങനത്തെ വെറൈറ്റി സംഭവങ്ങളാണ്. പിന്നെ കാണിച്ചാർന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ അവരെ കൊണ്ടുപോയാർന്നോട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്ത് നമ്മൾ എന്നാ ഓംപ്ലേറ്റ് നാല് മുട്ട കിട്ടിയിരുന്നോ, ഇങ്ങനെ പരത്തി ഓംപ്ലേറ്റ് ഉണ്ടാക്കിയാൽ ഒട്ടിപ്പിടിക്കില്ലായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് മറച്ചിടാൻ പറ്റും. ഇത് നല്ല അടിപൊളി സംഭവം കൊള്ളാം. ഇത് ഞാൻ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് വേറൊരു വെറൈറ്റി സാധനം ഞാനിവിടെ കണ്ടു. അതൊന്ന് പരിചയപ്പെടുത്താം. മേളിലോട്ട് നോക്കി കണ്ടോ. ഈ സംഭവം കണ്ടോ. ഇത് എന്നാന്ന് വല്ല പിടുത്തമുണ്ടോ? എനിക്ക് ആദ്യം പിടുത്തമില്ല. ഇതെന്നാ നമ്മുടെ അടുപ്പില്ലേ, അടുപ്പിൻ്റെ മേളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മേളിലേക്ക് നമ്മൾ കല സാധനങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കരി പിടിക്കില്ല അടുപ്പിലേക്ക്, നമ്മുടെ കലത്തിലേക്ക് കരി പിടിക്കില്ല. പിന്നെ ഇതൊക്കെ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ കലത്തിലേക്ക് നല്ല ചൂടും കിട്ടും, പെട്ടെന്ന് നമുക്ക് സാധനം അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ അടുപ്പിന് മേളിൽ വെക്കണം, പുകയില്ലാത്ത അടുപ്പിലോ പുകയുള്ള അടുപ്പിലോ അതിന് മേളിൽ വെക്കാൻ പറ്റും. അടിപൊളി സാധനമാണത്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഞാനിത് എന്നെ എനിക്കൊരു പിടുത്തലില്ല ആദ്യം കണ്ടപ്പോൾ, ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. നിന്റെ പേരനാ? എത്രല്ല പിടിക്കണേ? ആ ഇത് ഉദ്ഘാടനം തന്നല്ലേ? ചായ കുടിച്ചോ? ഓക്കെ. പിന്നെ ഇവിടെ ഉണ്ടോ ഒരു ചട്ടി ഇരിക്കാനുണ്ടോ? ഉണ്ടോ? കുഞ്ഞു ചട്ടി. നമ്മുടെ വീട്ടിൽ പിള്ളേർ കണ്ടാണെങ്കിൽ പിള്ളേർ കളിക്കാൻ ചിലപ്പോഴൊക്കെ ചോദിക്കും. ഉണ്ടോ? അത്ര ക്യൂട്ടാണ്. ഉണ്ടോ? തീരെ ചേർത്ത്. അടുത്ത നമ്മളിപ്പോൾ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി വരുന്നതാണ്. ഈ മേളിൽ കിടക്കുന്ന ഐറ്റംസ് ഇത് ഞാൻ മുൻപ് നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ്. ഈട്ടിയുടെ പിടി, അതുപോലെ പിച്ചളയുടെ ചിറ്റ്, അടിച്ചിറ്റ്, അതുപോലെ ഇതൊക്കെ കൈപ്പണിയായിട്ടാണ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി വില കൂടുതലുള്ളതാണ്. ഇതിൻ്റെ വലുത്, അതിൻ്റെ ചെറുത്, അങ്ങനെയാണ് ഇതിൻ്റെ ഐറ്റംസ്. ഇത് രണ്ടും ചെറുതാണ്, ഇത് ഇടത്തരമാണ്, അങ്ങനെയാണ്. പിന്നെ ഇത് ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയാണ്. പിന്നെ ഈ സാധനം ഇത് കണ്ടാൽ നിങ്ങളാരും പേടിക്കണ്ട, തമിഴ്നാട്ടിലെ വെട്ടുകത്തി അതല്ല. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നീളം കൂടി, അതായത് ഈ വാഴയുടെ കൈ വെട്ടാൻ നല്ലതാണ്. അങ്ങനെ നീളം കൂടി ഇത് ഇച്ചിരി എറമ്പ് വെട്ടാൻ അങ്ങനെയൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേക്ക് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അലുവ കട്ട് ചെയ്യണത്, അല്ലെങ്കിൽ ബ്രെഡ് കട്ട് ചെയ്യണത്, അങ്ങനെയൊക്കെയുള്ള, അതായത് ബേക്കറികളിലേക്ക് നല്ല മൂർച്ചയുണ്ട്. ഇത് വാളാണ്. ഇത് സാധാരണയായിട്ട് ബേക്കറികളിലേക്കാണ് പോകുന്നത്. പിന്നെ ഇത് ഞാൻ പരിചയപ്പെടുത്തി, ബാക്കിയുള്ളതെല്ലാം പരിചയപ്പെടുത്തിയതാണ്. പിന്നീട് ഉള്ളതെന്ന് വെച്ചാൽ ഇതുണ്ട്, ഈ കത്തിയൊക്കെ പിച്ചാത്തി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളിലേക്ക് ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ കടാരൊക്കെ കൊക്കോ കത്തി നമ്മൾ ആദ്യം ഇതിനൊക്കെ 400-450 രൂപ വില വരുന്നതാണ്. പക്ഷേ വർഷം ഒരാഴ്ചക്കാലത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതെ, അത് ഇത് തോട്ടിയരുവാണ്. ഇതിന് മേളിൽ മൂർച്ചയില്ല. അതിൻ്റെ കാരണം നമ്മളിപ്പോൾ ചക്ക ഇടുകയാണെന്ന് വെച്ചോ, ഇപ്പോൾ മേളിൽ മൂർച്ച ഉണ്ടെങ്കിൽ മേളിലെ ചക്ക മുറിഞ്ഞു പോകും, മേളിലെ മൂർച്ച ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല, പതിയെ കണ്ടിച്ചെടുക്കാം. അതാണ്. അതുപോലെ തന്നെ ഇത് പിടുത്തമുള്ളത് കൊണ്ട് കെട്ടിവെക്കാനും ഒരു കുളത്തി മുറുക്ക അവിടെ ഇരുന്നോളും. അതാണ് അതിൻ്റെ നല്ല കത്തി. അതുപോലെ ഇത് കത്തി, കരുക്കത്തിയാണെങ്കിലും ഇതുണ്ട്, സ്ട്രെയിറ്റ് ആണ് ഇവിടം വരെ. അതുപോലെ മേലിലേക്ക് നല്ല വളഞ്ഞിരിക്കുന്നത് കൊണ്ട് മീനൊക്കെ കട്ട് ചെയ്യാനൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാൻ പറ്റും. താങ്ക് യു. ഇത് നല്ല വാളാണ് ഇപ്പോൾ, പക്ഷേ ഉണ്ടല്ലോ നല്ല മൂർച്ചയുണ്ട്. എന്ന് മാത്രമല്ല ഇതുണ്ട്, വായ്ത്തലയ്ക്ക് കനം കുറവായതുകൊണ്ട് വെറുതെ തേച്ചെടുത്താൽ പോലും മൂർച്ചയാകുന്ന ഐറ്റംസാണ്. നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഇത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പരിചയപ്പെടുത്താനുള്ള ഐറ്റം ഉണ്ട്. ഇത് നമുക്ക് മുമ്പ് ഇതുണ്ട്, ഇതൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഐറ്റംസാണ്. ഇത് ഈട്ടിയുടെ പിടിയാണ്, കൈപ്പണിയായിട്ട്. അതായത് ചിലർക്ക് ഇത് ഇങ്ങനെയുള്ളത് വേണം, ഉരുണ്ട് ഇരിക്കുന്നതിനേക്കാൾ ഇഷ്ടം അതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം. ഇതുണ്ട്, ഇത് മുറുകയുടെ ടൈറ്റാണ്, തെന്നിപ്പോകില്ല. അതുപോലെ തന്നെ ഇറച്ചി കൂട്ടാനും പറ്റുന്നത്. അതെ, ഒറിജിനൽ നല്ല ഉരുക്കാണ് ഇത്. ഇതുണ്ടാവും ജീപ്പിൻ്റെയൊക്കെ പ്ലേറ്റാണ്, പക്ഷേ ഇത്രയും നൈസായിട്ട് പണിതുകൊണ്ടാണ് ഇതിൻ്റെ പണിക്കൂലി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇതും അങ്ങനെ കപ്പക്കത്തിയാണ്. ഇത് വാളല്ല, ശരിക്കും പറഞ്ഞാൽ വാളാണെന്ന് തോന്നും, പക്ഷെ വാളിൻ്റെ കനത്തിൽ അടിച്ചെടുത്ത ഇരുമ്പാണ്. ഇത് അതിൻ്റെ ഇതാണ് ഇത്ര ഇവിടെ കനം കൂടുതലും താഴ്ത്തിയായിട്ട്. ഇതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെ ഇത് മേശക്കത്തി, അതായത് ഷെഫ് കത്തിയായിട്ട് നമ്മുടെ ഹോട്ടലിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കത്തിയാണ്. ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതുണ്ട് കൈ പുറകിലേക്ക് പോകുന്നത്. അല്ല, ഇതല്ല, ഏലം കവാത്താണ്. ഏലം കവാത്തിൻ്റെ ചെറിയ ഏലം കവാത്ത്. ഇത് അതിൻ്റെ വലുത്, ഇതിൻ്റെ കുറച്ചുകൂടി വലിപ്പം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഏലം കവാത്താണ്. ഇതെന്ന് വെച്ചാൽ എന്താ പറയുക, അടയ്ക്ക കത്തി എന്ന് പറയും. അടയ്ക്ക ചിരണ്ടണയ്ക്കാൻ. പക്ഷേ അല്ല, ഇതിൻ്റെ ഉപയോഗം നമുക്ക് എന്താ പറയുക, ചെറുള്ളി പൊളിക്കാൻ, അല്ലെങ്കിൽ സവാള കുഞ്ഞ് അതിൻ്റെയൊക്കെ തൊലി പൊളിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. അതാണ് ചിലർക്ക് അതാണ് ഇഷ്ടം. കാരണം പിന്നെ ഇതൊക്കെ വാളുകത്തിയാണ് കേട്ടോ, ചെറിയ വാളുകത്തിയാണ്. ഇതെന്താ വെച്ചാൽ ഇതിപ്പോൾ തീർന്നു പോയതാണ്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്ന സാധനമാണിത്. കാരണം നൈസാണ്. ഇതുണ്ട്, ഈട്ടിയുടെ പിടിയാണ്, നല്ല സാധനമാണ്. അപ്പോൾ വെറുതെ ചേച്ചാൽ മതി.
പിന്നെ ഇതല്ല കളർഫുള്ളാണ്, ഇത് തന്നെ ചന്ദനത്തിന് പിടിയാണല്ലോ. അയ്യോ അല്ല, ഇതിന്റെ പിടിക്ക് കളർ അടിച്ചേക്കണതാണ്. അപ്പൊ അത് കാണാനുള്ള ലുക്കിനെ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പൊ ഇത് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഈ പറഞ്ഞതുപോലെ. ഇത് വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിയാണ്. ഇപ്പൊ ചക്ക വെട്ടാനോ അങ്ങനെ ഇച്ചിരി കനം കൂടി ഇത് എന്താണ് അല്ലല്ല, ഒരിക്കലും അല്ല. ഇത് കറിക്ക് വെട്ടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വെട്ടാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിനൊക്കെ കൊള്ളാവുന്നതാണ്. പിന്നെ ഇത് കറിക്കത്തിയാണ്. കറിക്കത്തി ഇനത്തിൽ തന്നെ മേശക്കത്തി എന്നൊക്കെ പറയും നമ്മള്. പഴയ കാലത്തുണ്ടായിരുന്ന മേശക്കത്തിയാണ്. എല്ലാം നല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, വളരെ നൈസായിട്ട് അടിച്ച് പരത്തി രാഗി നനച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന വാളിൻ്റെ കത്തിയുടെ ഇതിൻ്റെ ഒരേപോലെയാണ് വായ്ത്തലയുടെ കനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മൂർച്ച, അതുപോലെ ഒരു വാളിൻ്റെ മൂത് എങ്ങനെ നിൽക്കും അതുപോലെ തന്നെ ഈ ഇരുമ്പിൻ്റെ ഐറ്റംസിനും മൂർച്ച നിൽക്കും. അതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി. അതെ, ഫുൾ ഗ്യാരണ്ടിക്ക് തന്നെയാണ് നമ്മുടെ ആയുധങ്ങളെല്ലാം ഗ്യാരണ്ടി. എല്ലാം തന്നെ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you.